സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് വാക്കുകളാണ്, അതായത് ലെൻഡും ബോറോയും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ്. നമുക്ക് ശ്രദ്ധിക്കാം ആദ്യം ഇതിന്റെ അർത്ഥം എന്താണെന്ന്. ആദ്യമായിട്ട് ലെൻഡ് എന്ന് പറഞ്ഞാൽ വായ്പ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും സാധനം കൊടുക്കുന്നത്, വായ്പ എന്ന് പറഞ്ഞാൽ പണം തന്നെയല്ല, എന്ത് സാധനം ആയിക്കോട്ടെ, അത് നമ്മൾ കുറച്ച് സമയത്തേക്ക് കൊടുക്കുന്നതിനാണ് ലെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് എന്താണ് ചെയ്യുന്നത്? ബാങ്ക് വായ്പ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ലെൻഡ് ആണ്. ബോറോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വായ്പ വാങ്ങുക, കുറച്ച് സമയത്തേക്ക് നമ്മൾ വാങ്ങുന്നതിനാണ് ബോറോ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വ്യത്യാസം വരുത്തരുത്. ലെൻഡ് എന്ന് പറഞ്ഞാൽ വായ്പ കൊടുക്കുക. ഉദാഹരണം ഇങ്ങനെ ഓർത്താൽ മതി, ബാങ്ക് നമ്മൾക്ക് പണം ലെൻഡ് ചെയ്യാണ്, അപ്പോൾ കസ്റ്റമർ എന്താണ് ചെയ്യുന്നത്? ബോറോ ചെയ്യുകയാണ്. മറക്കരുത്. ഒരു ഉദാഹരണം ഞാൻ കൊടുത്തിരിക്കുന്നത്, ഐ നെവർ ലെൻഡ് മൈ കാർ ടു എനിവൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാർ ആർക്കും കൊടുക്കാറില്ല, കുറച്ച് സമയത്തേക്ക് ഉപയോഗിക്കാനോ ഒന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഐ നെവർ ലെൻഡ് മൈ കാർ ടു എനിവൺ. ഓക്കെ, അവിടെ ലെൻഡ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ പേന എനിക്കൊന്ന് തരാമോ കുറച്ച് സമയത്തേക്ക്? അപ്പോഴെങ്ങനെ ചോദിക്കാൻ പറ്റും? കുഡ് ഐ ബോറോ യുവർ പെൻ പ്ലീസ്? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്ലീസ് ഉപയോഗിച്ചത്? കാരണം ഇംഗ്ലീഷ് ഒരു വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാക്കുകൾ, പൊളൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ മറക്കരുത്. പ്ലീസ് ഇല്ല എങ്കിലും അർത്ഥമുണ്ട്, അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നിട്ടില്ല, പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും മറക്കരുത്, കാരണം ഇംഗ്ലീഷ് ഒരു പൊളൈറ്റ് ലാംഗ്വേജ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.